പൂക്കൾ എപ്പോഴും കണ്ണിനും മനസ്സിനും കുളിരു പകരും. അത്തരമൊരു കാഴ്ചയിലേക്കാണ് ഇനി. മോഡേൺ ബസാർ മേലേച്ചിറ റോഡിൽ സുരേഷിന്റെ ബെല്ലാലൂസ് എന്ന വീടിന്റെ മുറ്റത്തെ മരത്തിലും പരിസരത്തുമാണ് പ്രകൃതി ഈ വർണ്ണ വസന്തം വിരിയിച്ചത്. വർഷത്തിലൊരിക്കലാണ് ഈ വസന്തം ഈ വീട്ടുമുറ്റത്തെത്താറ്. വന്നാലോ ആഘോഷമാണ് ഇവിടത്തുകാർക്ക്. മുറ്റത്ത് വളർത്തിയ വള്ളി മരത്തിൽ പടർന്ന് അടുത്ത കടയിലും വസന്തം വിരിയിച്ചു. ഈ ചായക്കടയും പൂക്കൾ കൊണ്ട് അങ്ങനെ പ്രശസ്തമായി. മഞ്ഞപ്പൂവുള്ള കടയും വീടുമാണ് നാട്ടുകാർക്ക് ഇപ്പോഴിത്. സന്തോഷം പങ്കിടുകയാണ് കടയുടമ. തേനീച്ച വണ്ട് പൂമ്പാറ്റകളെ ഫുള്ള് നിറഞ്ഞുള്ളൂ. നവംബർ ഡിസംബറിൽ ഫുള്ള് ഒരു 6 ദിവസം എന്തായാലും ഫുള്ള് ആയിട്ടുണ്ടാവും. വന്ന കാരണം ഭയങ്കര ഉത്സവം പോലെയാണ്. എല്ലാവരും നാട്ടിലെ എല്ലാവരും ഫോട്ടോ വന്നെടുത്ത്. ടെക്കോമാസ്റ്റൻസ് വിഭാഗത്തിൽപ്പെട്ട ഈ വള്ളിച്ചെടി വിദേശിയാണ്. ബിഗ്നോസിയായി കുടുംബത്തിൽ നിന്നുള്ള മഞ്ഞപ്പൂക്കൾ യെല്ലോ ട്രംപറ്റ് ബുഷ്, യെല്ലോ ബെൽസ്, യെല്ലോ എൽഡർ എന്നിങ്ങനെയും അറിയപ്പെടുന്നു. മേലേച്ചിറ റോഡിലെ ബെല്ലാലൂസ് എന്ന വീട്ടിലാണ് 2014 ചെടി നട്ടു വളർത്തിയത്. 4 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യം കുലകളായി പൂക്കൾ വിരിയാൻ തുടങ്ങുന്നത്. പിന്നീട് ഇങ്ങോട്ട് വർഷത്തിലൊരിക്കൽ ഈ മനോഹരി ഇങ്ങനെ പൂത്തുലയും. മുട്ടുകൾ വിരിഞ്ഞ് 5 ദിവസങ്ങൾക്ക് ശേഷം ഈ പൂക്കൾ കൊഴിയുമ്പോൾ അടുത്ത തവണ വീണ്ടും പൂക്കാൻ കാത്തിരിക്കും വീട്ടുകാരും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വൈദ്യുതി ഭവന് മുന്നിൽ സമരാഗ്നി.